ലോകത്തിലെ ഏറ്റവും മികച്ചതും മനോഹരവുമായ കാര്യങ്ങൾ കാണാനോ സ്പർശിക്കാനോ കഴിയില്ല. ഹൃദയം കൊണ്ട് വേണം അവയെ അനുഭവിക്കുവാൻ. കോപവും കൊടുങ്കാറ്റും ഉണ്ടാക്കി വയ്ക്കുന്ന നാശനഷ്ടങ്ങൾ എത്രയെന്ന് അത് ശമിച്ചതിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. വെള്ളം കോരിയൊഴിച്ചു കൊടുത്ത് മാത്രം വളർത്തിയ ഒരു ചെടിയും ഇന്നേ വരെ വൻവൃക്ഷമായിട്ടില്ല. സ്വന്തം വേരുകൾ കൊണ്ട് ജലം കണ്ടെത്തിയവ മാത്രമേ വൻവൃക്ഷമായിട്ടുള്ളൂ. വിനയം അപകർഷതയുടെ ലക്ഷണമല്ല, മറിച്ച് ഉയർന്ന ഗുണത്തിൻ്റെ അടയാളമാണ്. എല്ലാവരുടെയും സ്നേഹത്തെ ഒരുപോലെ കാണരുത്. ഉപ്പും പഞ്ചസാരയും കാഴ്ചയ്ക്ക് ഒരുപോലെയാണെങ്കിലും അതിൻ്റെ രുചിയും ഗുണവും വെവ്വേറെയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. തന്നിലെ ന്യൂനതകളെ അന്വേഷിക്കുന്നവൻ അതിൽ നിന്നും മുക്തനാകും. എന്നാൽ അന്യൻ്റെ തെറ്റുകൾ അന്വേഷിച്ച് നടക്കുന്നവൻ എന്നും അഴുക്കുചാലിൽ ചവിട്ടി നടക്കുവാൻ താൽപ്പര്യപ്പെടുന്നവനാണ്. സമ്പത്തൊന്നും ചേർത്ത് വെച്ചില്ലല്ലോ എന്ന് വിഷമിക്കേണ്ട. കടമില്ലാതെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ഏത് കാര്യവും വിജയത്തിൽ എത്തുന്നതിന് മുൻപ് നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടതായുണ്ട്. സഹിഷ്ണുതയുള്ളവർ ഇന്നല്ലെങ്കിൽ നാളെ വിജയം ആസ്വദിക്കും. അത്യാവശ്യ ഘട്ടങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ സാധിക്കുക എന്നത് ഒരു ദൈവനിശ്ചയമായി കണക്കാക്കേണ്ടതാണ്. ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാത്ത മനുഷ്യരുണ്ട്. അവസരത്തിനൊത്ത് മാറാനോ ഒഴുക്കിനൊത്ത് നീന്താനോ അറിയാത്തവർ. നാട്യത്തിന് കൂട്ടിച്ചേരാൻ കഴിയാത്ത മൂടുപടങ്ങളില്ലാത്ത മനുഷ്യർ. പക്ഷേ അവരെയാണ് ലോകം കോമാളികൾ എന്ന് വിളിക്കുന്നത്. ഭാര്യമാരുടെ ചില ദുശ്ശീലങ്ങൾ ഇവയാണ്. നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ശരിയോ തെറ്റോ എന്ന് നോക്കാതെ നിങ്ങളെ അവർ പിന്തുണയ്ക്കും. നിങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയാലും അതിന് കൂട്ടുനിൽക്കും.